तागरदा तागरदा ता मिलत है इधर अब वानोड़ा पोल जवाब मांगे नीले लई अरमकानिये नाम कानून की याममालई अब वानोड़ा पोल जवाब मांगे नीले लई अरमकानिये नाम कानून की याममालई എവരുമാടിക്കും തീരാത്തുങ്കൽ വന്നു ചേരും ഇല്ലെങ്കിൽ മീസാന തട്ടുങ്കൽ വന്നു ചേരും അബ്വാനോടപ്പോൾ ജവാബ് മാഗനിലേ അരുമകാനിയേ നാം കാണും ഓലിന്റെ പെണ പോണ മെയ്യ് ഒതുങ്ങി കളിക്ക് ചക്ക. വീരാൻകുട്ടിയെ കുട്ടികളെ കളിയൊന്നും ശരിയാവണില്ല. നീ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ അകത്തുണ്ടാവും. ശരി സാർ. സബിതരോടപ്പോൾ മകനോദി തൂക്കം 2 തട്ടുമായഞ്ഞൂറ് കൊല്ലം വൈദൂരമുണ്ട് സബിതരോടപ്പോൾ മകനോദി എന്താ അത്? കൊര കൂടിയപ്പോ അറിയാണ്ട് മൂത്രമൊഴിച്ചു പോയത്. കൊര എങ്ങനെയാ കൂടിയത്? എങ്ങനെയാ കൂടിയതെന്ന് ഓളുടെ ഒരു അടിച്ചുവാരല്. വയ്യാത്തപ്പ ഈ പണിയെടുക്ക ആരാ എന്നോട് പറഞ്ഞേ? എന്താ സൈനും അത്? അനക്കെന്തോന്ന് പറഞ്ഞ കേട്ട സാരല്ലേ സാരല്ലേ. ഇങ്ങക്ക് ഞാൻ ശരിക്കും ഒരു ഭാരായില്ലേ? ശരിക്കും അത് ഇന്നലെയും തുടങ്ങിയതല്ല. എൻ്റെ വാപ്പ അന്നെ എന്ന് എൻ്റെ തലയിൽ കെട്ടിവെച്ചോ അന്ന് തുടങ്ങിയതാ. നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? കാര്യം കേക്കട്ടെ, എന്നിട്ട് പറയാം. ഞാൻ മയ്യത്തായ നിങ്ങൾ വേറെ കല്യാണം കഴിക്കൂ? നിങ്ങളുടെ ഈ ചിരി തന്നെ കള്ളത്തരം. കഴിക്കോ ഇല്ലയോ? സത്യം പറ. എടി, വയസ്സത്തിരി ഏറെ ആയെങ്കിലും 5-6 ഏക്കർ ഭൂമിയുള്ള ഒരു പ്രമാണിയാ ഞാൻ. പോരാത്തതിന് സർക്കാർ ആദരിച്ച കോൽക്കളിക്കാരന്. കഴിക്കണമെങ്കിൽ ഇപ്പോഴും കിട്ടും ഒരു 17കാരി. എന്തിനാ 17 ആക്കണത്? ഒരു 14 ആക്കിക്കൂടെ? എന്നാ ഒക്കത്ത് വെച്ച് നടക്കാലോ.
നിങ്ങളുടെ പൂതി നടക്കൂല കേട്ടോ. ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്യേ, ഇപ്പതാണ് കുടിച്ച കല്യാണക്കാരെയൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കുടിക്കേ. എന്റെ സുഖേട് കുറയണത് ഇങ്ങടെ മരുന്നുകൊണ്ടൊന്നും അല്ല. പിന്നെങ്ങനെ? സുഖേട് കൂടി മയ്യത്താവാന്ന് തോന്നുമ്പോ നിങ്ങള് വേറെ കെട്ടണത് ഓർക്കും. അപ്പൊ എന്റെ സുഖേട് താനെ മാറും. ഞാൻ കരുതി നിങ്ങള് മയ്യത്താവാൻ പോവാന്ന്. ആരാത്? ഏയ് ആരാത്? ഏയ് ഏയ് സുലൈമാൻക, ഇത് ഞാനാ. എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം? ഒന്ന് മുങ്ങി. നീ മുങ്ങ് പൊങ്ങ് എന്താച്ചാ ചെയ്തോ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ എനക്ക്? മുമ്പൊരു ദിവസം മുങ്ങി പൊങ്ങിയപ്പോ എന്നോട് പറഞ്ഞതാ ഒന്ന് പറഞ്ഞിട്ടേ പോവാവൂന്ന്. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ. എന്തിനാ അനന്തേട്ടാ ഇവിടെ കിടന്നേ? രാത്രി കുറെ വൈകി. വൈകിയാലെന്താ? അന്റെ തൊള്ളയ്ക്ക് പൂട്ടു വീഴുവോ? നിങ്ങളോടല്ലേ മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞേ? രാത്രി വിളിച്ചൂടായിരുന്നോ? എവിടെ പോയതായിരുന്നു? പഴനി വരെ. ഒരു കൊല്ലത്തോളായി ഈ ഞങ്ങളോടൊപ്പം താമസിക്കണം. ആരാ എന്താന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല. കുറച്ചു ദിവസം എന്നെ കാണാണ്ടായപ്പോ മനസ്സിൽ തീയായിരുന്നു. അതിനിപ്പോ ഒരു വന്നില്ലേ? അനന്തേട്ടാ, നിങ്ങൾ വേഗം പോയി കുളിച്ചു വരെ, വല്ലതും കഴിക്കാം. എന്താ സുലൈമാൻക, എന്താ വിഷമിച്ചിരിക്കുന്നത്? അന്യനായ നനക്ക് ഞങ്ങളോട് തോന്നാൻ അടുപ്പം പോലും ഞങ്ങൾ വളർത്തി വലുതാക്കിയ മകന് തോന്നുന്നില്ലല്ലോ. സുലൈമാൻക, ഇക്കാക്ക് ഇനി എന്നാ കളിയുള്ള? മറ്റന്നാളുണ്ട്. ആ ശരി. ഇക്കെന്തിനാ വയസ്സുകാലത്ത് കളിക്കാനൊക്കെ പോണത്? അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഈ മണ്ണ് തരുന്നില്ലേ? അതൊരു സുഖാടോ. അതൊന്നും അണക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അല്ലേലും പഴയ പോലെ കളിക്കാൻ നിൽക്കാറില്ല. കുട്ടികളുടെ ധൈര്യത്തിനൊന്നും കൂടെ പോണൂന്നേ ഉള്ളൂ. സുലൈമാൻക, നിങ്ങളെ മോൻ വന്നിട്ടുണ്ടേ. ഈയൊക്കെ എന്തേടാ പറഞ്ഞു നടന്നിരുന്നത്? ഓൻ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിയപ്പോ ഓന്റെ ഉപ്പാനും മാനും മറന്നുന്നോ? ഓൻ വന്നേക്കണടാ. ഓ എന്റെ മോനാ. ഈ കൈകൊണ്ടാ ഓനെ ഞാൻ വളർത്തിയത്. മജീദേ, ഇന്ന് ഇവരുടെ എല്ലാ ചെലവും എന്റെ വകയാ. ഇനി എന്റെ കുട്ടീനെ പറ്റി വേണ്ടാതിന് ആരും പറയരുത്. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ഇച്ചാപ്പു, ഈ വന്നല്ലോ, എനിക്ക് സന്തോഷായി. സുബ്രഹ്മണ്യെ കാണുമ്പോഴൊക്കെ ആൻറ്റി ഓൾഡി വർത്തമാനം ഞാൻ ചോദിക്കും. എനിക്ക് സന്തോഷായി. ഓൻ 2 കൊല്ലത്തിന് ശേഷം വന്നതേ നമ്മുടെ സുഖവിവരം അന്വേഷിക്കാനൊന്നും അല്ല, അവകാശം ചോദിക്കാനാ. വന്ന വഴി തിരിച്ചു പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞു. ഈ ഉമ്മ വന്നപ്പോ മുതൽ തുടങ്ങി തന്നെ നിർത്തിപ്പൊരിക്കാൻ. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ച് കെട്ടിയോണ്ട് ഉമ്മക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഉമ്മക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത വീട്ടിലെ പെണ്ണോള്. അന്റെ ഓള് ഏത് കൊട്ടാരത്തിലെ റാണിയായാലും എനിക്കെന്താടാ? ഞങ്ങളുടെ സ്ഥലം വിറ്റ് ഈ വീട് വാങ്ങണ്ട, അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താടാ എന്റെ പ്രശ്നം? സുബ്രഹ്മണ്യന്റെ അവിടുത്തെ വീട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ വയലും പറമ്പ് എഴുതി കൊടുത്താൽ അവൻ അതെനിക്ക് എഴുതി തരും. മാസം 6000 വെച്ച് ഞാനിപ്പോൾ വാടകയിനത്ത് കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 10000 രൂപ ഞാനിങ്ങോട്ട് അയച്ചു തരാം. ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചകൾ അതല്ല ഇപ്പം നല്ലത്.
ഈയേ മലർപ്പൊടിക്കാരന്റെ കച്ചവടം പറഞ്ഞോട് ഞങ്ങളെ കുപ്പിയിലാക്കാൻ നോക്കണ്ട. ഇത്രയും കാലം 5 ഒരു പൈസ അന്റെ കൈകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനിയിപ്പൊ 10,000ന്റെ പൊതി ഞങ്ങൾക്കില്ല. ഇത് നടക്കൂല മോനെ. ഉമ്മാന്റെ സ്വത്തൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ. എന്നായാലും ഈ സ്വത്തൊക്കെ എനിക്ക് അവകാശപ്പെട്ട തന്നെയല്ലേ? അല്ലെങ്കിൽ ഈ എത്ര കാലം നിങ്ങളൊക്കെ ഈ സ്വത്തും കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുക? ഉപ്പ തീരുമാനിക്കും. എന്റെ സന്തോഷവും സമാധാനമാണ് ഉപ്പ ആഗ്രഹിക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യം കൊണ്ടുവരുന്ന കടലാസ് ഉപ്പ് ഒപ്പിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മകനില്ല നിങ്ങൾ വിചാരിച്ചോളൂ. അപമാനങ്ങളും സഹിച്ച് ഞാൻ വല്ല കടലിലോ കായലിലോ ചാടി ചത്തോളാം. രണ്ടു വർഷത്തിന് ശേഷം എൻ്റെ കുട്ടിയെ ഞാനൊന്ന് കാണുന്നത്. അപ്പോഴേക്കും അവനെ ആട്ടി ഓടിക്കാനൊക്കെ എന്തായിരുന്നു തിരക്ക്? അപ്പം അനക്കൊരു സൂക്കടും ഇല്ല, ഒരു മണ്ണാൻ കട്ടിയില്ല. നിങ്ങൾ ഒറ്റ ഒരുത്തനാ അവനെ വഷളാക്കിയത്. എന്തിനാ ഏതിനാന്ന് ചോദിക്കാതെ ചോദിക്കുന്നതൊക്കെ പെറുക്കി കൊടുത്തില്ലേ? ഇപ്പൊ അവൻ ചങ്ക് തന്നെ ചോദിച്ചില്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഈ പരിപാടി ഇനി നടക്കില്ല. സ്വന്തമായ ഒരു വീട് വേണമെന്നുള്ള മോഹം അത്ര വലിയ തെറ്റൊന്നല്ല. അല്ലേലും അവനവിടെ കഷ്ടപ്പെടുമ്പോൾ നമുക്കിവിടെ എങ്ങനെയടി ഒരു സമാധാനം ഉണ്ടാവുക? ദേ, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. വേണ്ടാത്ത കാര്യത്തിന് നിന്ന വയസ്സുകാലത്ത് നരയിക്കേണ്ടി വരും. പണമില്ലെങ്കിൽ തിരിഞ്ഞു നോക്കാൻ ഒരുത്തനും ഉണ്ടാവില്ല. അങ്ങനെയാണ് പടച്ചോൻ തീരുമാനിച്ചെങ്കിലേ നമുക്ക് തടയാനാവോ സൈന? അല്ലേലും നമ്മളൊക്കെ ഇനി എത്ര കാലാ? 0 നമ്മളൊക്കെ തുടങ്ങിയത്. ഇനി അവിടുന്ന് തന്നെ വീണ്ടും തുടങ്ങാം. ഓനെങ്കിലും രക്ഷപ്പെടട്ടെ. സുലൈമാൻ ഖാൻ, ഇതൊക്കെ ഇന്നു മുതൽ എന്റേതല്ലതാവും. ഞാനും സൈനെ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാ ഒപ്പിട്ട് കൊടുക്കരുത്. എന്നിട്ടിപ്പോ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലോടോ നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ ചിന്ത മക്കൾക്കും വേണം. എല്ലാം വെറുതെക്കാ. ബന്ധങ്ങൾക്കൊന്നും ഇക്കാലത്ത് ഒരു വിലയില്ല. നിവൃത്തികേടോണ്ടാടോ എൻ്റെ മകൻ എൻ്റെ മുന്നിൽ വന്ന് സ്വത്ത് ചോദിച്ചത്. എൻ്റെ സങ്കടം അതല്ല എന്താ. സുലൈമാൻ ഖാൻ, ഈ മണ്ണേറ്റ ചങ്ക. സുലൈമാൻ ഖാൻ, നിങ്ങൾ വരൂ. എൻ്റെ നഷ്ടങ്ങള് എൻ്റെ മകന് ലാഭവും സന്തോഷവും നൽകുന്നുവെങ്കിൽ ഞാൻ എന്തിനു സങ്കടപ്പെടണം? ഇന്നലെ ഇത് മറ്റാരുടേതോ ആയിരുന്നു, നാളെ ഇത് മറ്റൊരാളുടെ കയ്യിലെത്തും. എന്താ സുലൈമാൻ ഖാൻ ഇത്? മരിക്കുമ്പോ എല്ലാരും വെറും കൈയോടെ പോണത്. ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വലിയ സത്യം അത്. വരൂ സുലൈമാൻ ഖാൻ. സൈനുമാന് കാട്ടിയ ഡോക്ടർ എന്താ നിങ്ങൾ വിളിച്ചുകൊണ്ടേ സ്വകാര്യം പറഞ്ഞത്? ഓൾക്ക് ആസ്മ മാത്രമല്ല, എന്താ ഓളുടെ ശ്വാസകോശത്തില് ക്യാൻസറാന്നാ പറഞ്ഞത്. അതൊന്നും വലിയ രോഗമല്ല സുലൈമാൻ ഖാൻ. ഓപ്പറേഷൻ കൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നാലും കൊണ്ടോണം. അവൾക്ക് കൊടുക്കാൻ പറ്റണ എല്ലാ ചികിത്സയും കൊടുക്കണം. അവളെ ഞാനങ്ങനെ മരണത്തിന് വിട്ടു കൊടുക്കില്ല. എന്താ അവളേത് അറിയരുതാനെന്താ? അവളില്ലാതെ എനിക്ക് എങ്ങനെയോ ജീവിക്കാൻ കഴിയുക? സുലൈമാൻ ഖാൻ, പിച്ചാപ്പ് വാങ്ങിയ വീട്
വലുതാവൂല്ലേ? അവൻ കിട്ടിയ പെണ്ണ് സുന്ദരിയാണെന്ന് സുബ്രഹ്മണ്യം പറഞ്ഞ്. എനിക്ക് അവളെ കാണാനൊരു പൂതി. നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ? കുറച്ചു ദിവസം അവരുടെ കൂടെ നിൽക്കാം. അപ്പോ അവരുടെ പിണക്കമൊക്കെ അതോടെ മാറുകയും ചെയ്യും. പോവാം. നിന്റെ സൂക്കടൊന്ന് ഭേദാവട്ടെ. നടന്നു തന്നെ. സൂക്കേട് മാറാൻ നിന്നാ ഈ ജന്മത്ത് പോക്കുണ്ടാവില്ല. സുബ്രഹ്മണ്യൻ എന്നെ കാണാൻ വന്നിരുന്നു. മറ്റന്നാ അവൻ കാറിൽ കോയമ്പത്തൂർക്ക് പോകുന്നുണ്ട്. അവൻ്റെ ഒപ്പം നമുക്കും കൂടി പോയാലോ? പോണം. ഞാൻ അവൻ ഇന്ന് ഒരു ശല്യക്കാരിയായിരുന്നു. അവൻ നന്നാകാൻ വേണ്ടിയാ ഞാൻ എപ്പോഴും അവനോട് തിരക്ക് കൂട്ടിയിരുന്നു. നിങ്ങളോട് ഞാൻ അങ്ങനെ തന്നെയല്ലേ? എന്റെ ഉള്ളു നിറയെ എന്റെ കുട്ടിയോടുള്ള സ്നേഹം, അവന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇറങ്ങിക്കോളൂ. മെല്ലെ 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 മതി. എന്നാ സുലൈമാൻ കാ, കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. വലിയ ഉപകാരം സുബ്രഹ്മണ്യം. ശരി. എന്നാ ശരി കേട്ടോ. മെല്ലെ മെല്ലെ. വലിയ വീടാണ് കേട്ടോ. മെല്ലെ. മെല്ലെ മതി, മെല്ലെ മതി. എന്താ നിന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയോ? ഷാഫി, ഞാൻ ഒന്ന് പറഞ്ഞേക്കാം, നിന്റെ അതിസാമർത്ഥ്യം എന്റെ അടുത്ത് ഇനി ചെലവാവില്ല. നീ പറഞ്ഞതിനൊത്തു തുള്ളാൻ ഞാൻ നിന്റെ അടിമയൊന്നുമല്ല. എന്താടി ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? എനിക്ക് എന്റെ വീട്ടിൽ അവകാശം ചോദിച്ചു വാങ്ങിൽ എന്തുകൊണ്ട് നിനക്കായിക്കൂടാ? ഷാഫി കല്യാണം കഴിച്ചത് എന്നെയാണോ എന്റെ വീട്ടുകാരുടെ പണത്തെയാണോ? നിന്നെ വിശ്വസിച്ച് വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങി പോന്നവളാ ഞാൻ. സ്വത്തും ചോദിച്ച് എന്റെ ഉപ്പാന്റെ അടുത്ത് ചെന്ന അവരാട്ടും. നിന്റെ ഉപ്പാന്റെയും ഉമ്മാന്റെയും പോലെ മണ്ടന്മാരല്ല എന്റെ രക്ഷിതാക്കള്. ഉപ്പ എങ്ങനെ ഇവിടെ വന്നു? സുബ്രഹ്മണ്യന്റെ ഒപ്പം. വരെ വരെ, അകത്തേക്ക് വരെ. വാ ഉമ്മ. വാ, കയറി വരാം. ജാസ്മിൻ, ഇതെന്റെ ഉപ്പയും ഉമ്മയാ. അവള് നിങ്ങളെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. എന്റെ ഉപ്പാനും ഉമ്മാനും ഒന്ന് ഫോൺ ചെയ്യാൻ പോലും നീ സമ്മതിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ നിന്റെ ഉപ്പാനും ഉമ്മനെയും നീ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയിരിക്കുക അല്ലേ? ഞാൻ ഇന്നേവരെ ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. നിങ്ങളുടെ മോൻ ഒരിക്കലും സത്യം പറയില്ല. എന്റെ പിന്നാലെ നടന്ന് നടന്ന് എന്നെ പറഞ്ഞു പറ്റിച്ച് വെട്ടിലാക്കി. എനിക്കിപ്പോ എന്റെ വീട്ടുകാരെ നഷ്ടപ്പെട്ടു. ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് ആരുമില്ലാണ്ടായി. ആഗ്രഹിച്ചതിലും വലുത് കൈ കിട്ടിയപ്പോൾ ഞാൻ വല്ലാതെ അഹങ്കരിച്ചിരുന്നു. ഇപ്പൊ ബോധ്യായി, എല്ലാം അബദ്ധമായിരുന്നു. ദേഷ്യം വന്ന അവൾക്കൊരു തരം ഭ്രാന്ത് പോലെ ഉപ്പ. മതിയായി, എനിക്ക് മടുത്തുപ്പ. 1 വർഷം ഒന്നിച്ച് ജീവിച്ചപ്പോഴേക്കും നിങ്ങൾക്ക് മടുത്തു. 40 വർഷത്തിലേറെയായി ഒന്നിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്കിതേവരെ ഒരു മടുപ്പും തോന്നിയിട്ടില്ല. പരസ്പരം മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾ ചെയ്ത് ജീവിക്കുമ്പോഴാണ്
ജീവിതം സന്തോഷാവുന്നത്. നിന്റെ പെണ്ണിന് എപ്പോഴും ദേഷ്യം പിടിക്കണത് അവളുടെ മനസ്സിന് സമാധാനം ഇല്ലാത്തോണ്ടാ. ആ സമാധാനക്കാട് എന്താന്ന് കണ്ടുപിടിക്കേണ്ടത് നീയാ. ഒളിച്ചോടിപ്പോന്ന പെണ്ണിനെയും കൊണ്ട് എന്റെ വീട്ടിൽ കാല് കുത്തരുതെന്ന് ഞാൻ അന്ന് അവനോട് പറഞ്ഞത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല, നിന്നെ വളർത്തി വലുതാക്കിയ ഉപ്പാന്റെ ഉമ്മാന്റെയും ദെണ്ണ ഓർത്തിട്ടാ. മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും മക്കള് തന്നെയാ മോളെ. ഉമ്മമാരുടെ മനസ്സിൽ അവരെക്കുറിച്ച് അലിവേ ഉണ്ടാവുള്ളൂ. രക്ഷിതാക്കളുടെ സങ്കടങ്ങൾ രക്ഷിതാവാവുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഉമ്മയ്ക്ക് ഈടെയായിട്ട് അസുഖത്തിരി കൂടുതലാ. രാമകൃഷ്ണനിൽ ലളിത ഡോക്ടർ എന്ന് കാണിക്കണം. അതിനും കൂടി എപ്പോ വന്നത്? എനിക്ക് ഈ ആഴ്ച നല്ല തിരക്കാ. ആശുപത്രി പോയ ഒരാഴ്ച പോക്ക. അടുത്ത ആഴ്ച കാണിക്കാം. അല്ല, ഉപ്പാക്കും ഉമ്മാക്ക് ഇനി ഇവിടെ തന്നെ നിന്നൂടെ? അവിടുത്തെ കളിയൊക്കെ അവതാളത്തിലായി പോവും മോനെ. വയസ്സായതൊന്നും ഉപ്പാക്ക് ഓർമ്മയില്ല അല്ലേ? ഒരു കോൽക്കളി. വയസ്സായത് അറിയാത്തതേ കോൽക്കളിയുണ്ടാ മോനെ. കോൽക്കളിക്കാരൻ്റെ മോനെന്ന് പറഞ്ഞാൽ ജാസ്മിൻ എന്നെ കളിയാക്കുന്നത്. സത്യം പറയാലോ, ഇതെനിക്ക് ഇത്തിരി കുറച്ചില്ല. നിനക്കത് കുറച്ചിലായി തോന്നുന്നുണ്ടെങ്കിൽ അത് കോൽക്കളിയുടെ കുഴപ്പമല്ല മോനെ, നിന്റെ മനസ്സിന്റെ കുഴപ്പാ. എന്താടി, എന്താ സിനിമ? എന്തോമ്മ, എന്തിനാ കരയണത്? എന്തേ? ഒന്നുമില്ല, ഇത് നിങ്ങളുടെ വീടാന്ന കാര്യം ഞാൻ മറന്നു. എന്തോമ്മ, ജാസ്മിൻ വല്ലതും പറഞ്ഞോ? ഏയ്, അവക്ക് പറയാനുള്ള അവകാശമുണ്ടല്ലോ. ഇത് അവളുടെ വീടൂടെ അല്ലേ? എന്താ സിനിമ? വല്ലാതെ ചുമച്ചപ്പോ അടുക്കളയിൽ 2 തുള്ളി മൂത്രം വീണു. അതവക്ക് വിഷമായി.